ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇച്ചിരി ചിന്തിക്കാനുള്ള കാര്യമാണ്. പറയാൻ പോകുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ജിൻഡോയെ കുറിച്ച് തന്നെയാണ്. ഇന്നലെ നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയി. അതായത് ഏവിയേഷൻ പ്രക്രിയ പോലെ നോറ പുറത്തുപോയി. മത്സരാർത്ഥികളെല്ലാം കുറച്ചുപേരൊക്കെ സന്തോഷിച്ചു. എന്നാൽ പോകുന്ന സമയത്ത് ജിൻഡോ പറഞ്ഞു, നീ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, വെളിയിൽ ഇറങ്ങിയിട്ടും ഇതുപോലെ വിളിക്കണേ, കോണ്ടാക്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോ വിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നോറെ ബിഗ് ബോസ് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ നിർത്തുന്നുണ്ട്. അവിടെ നിർത്തിയതിനു ശേഷം ഇവരെന്തൊക്കെയാ പറയുന്നതെന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രേതത്തിന്റെ രൂപത്തിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വിടുന്നു. അപ്പോൾ തന്നെ ഒരു പാട്ടൊക്കെ ഇട്ടുണ്ട്, പുതുമഴയായി എന്നുള്ള ആ ഒരു പ്രേതത്തിന്റെ പാട്ടുണ്ടല്ലോ, പുതുമഴയായി വന്നു ഞാൻ എന്ന് പറഞ്ഞ ആ പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു. അതനുസരിച്ച് മത്സരാർത്ഥികളൊക്കെ പേടിക്കുന്നവർ കാണിക്കുന്നു, ഓടി വരുന്നു, നോറയാന്ന് പറയുന്നു. അങ്ങനെ നോറ പോയിട്ട് ഗാർഡൻ ഏരിയയിലെ സൈഡിലായിട്ട് ഒരു സോഫയിൽ പോയി ഇങ്ങനെ കൂടിയെ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നോറ ഉള്ളിലേക്ക് വരുന്നുണ്ട്. വരുന്നതിന് ശേഷം നോറ പറയുന്ന ഒരു കാര്യമുണ്ട്. നോറ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷമില്ലല്ലോ ഞാനിവിടെ വന്നതിന് ശേഷം. ആരുടെ മുഖത്തും ഒരു സന്തോഷം കാണുന്നില്ല. ഇവിടെ ജിൻഡോ ചേട്ടന്റെ മുഖത്ത് മാത്രമേ ആ ഒരു സന്തോഷം കാണുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവിടെ ജിൻഡോയാണ് ആ നോറയെ സ്വീകരിക്കുന്നതും നോറയോട് പറയുന്നുണ്ട്, നീ ഇനി നല്ല പോരാളിയായിട്ട് തിരിച്ചു വരും, കാരണം ഞാൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ്, നീ ഇവിടെ നിൽക്കും, നീ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് കളിക്കും, ഇനിയും അത്രമാത്രം ഇതാണ്, ഞാൻ നീ പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ഇവിടെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ പുറത്തു പോകത്തില്ല ഈ പ്രാവശ്യം എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നും ജിൻഡോയോട് പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ സായും സിജോയൊക്കെ കാത്തിരിക്കുന്ന ആരെയാണെന്നറിയാമോ? നന്ദന വരുമെന്ന്. നന്ദന സ്റ്റോർ റൂമിൽ കൂടെ നന്ദന വരും, നോറയെ കൊണ്ടുപോയിട്ട് നന്ദനെ വിടും എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കാർക്കും സന്തോഷമില്ല. ഇവരെ ഏറ്റവും കൂടുതൽ ഇവിടെ നോറ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാള് ജിൻഡോയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോറയെ ചേർത്ത് പിടിച്ചത് ഇവിടെ ജിൻഡോ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു മനുഷ്യന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് എന്തുവാ, നന്ദന വന്നാൽ മതിയായിരുന്നു എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു സ്നേഹം കാണിച്ചത് ഇവിടെ ജിൻഡോ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ ജാസ്മിനെ, ശ്രീതു, അർജുനൊക്കെ ആ ഒരു റൂമിന്റെ അകത്ത്, ഡെൻ റൂമിന്റെ അകത്ത് കിടപ്പായി. ഇവിടെ 4 പേരും കൂടി ഇരുന്ന് നോറയെ കുറ്റപ്പെടുത്തുന്നു. അന്നേരം ഈ ജിൻഡോ മാത്രമേ ഈ ഒന്ന് ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷെങ്കിൽ ജിൻഡോ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ വരെ അവര് കുറ്റപ്പെടുത്തി പറഞ്ഞു. അപ്പോഴും ജിൻഡോ പറയുന്ന ഇതാണ്, എനിക്കറിയാം അനുഭവം, വെളിയിൽ ഇറക്കിയിട്ട് നമ്മളെ വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, നമ്മളെ പിന്നെ ഉള്ളിലേക്ക് കയറ്റി വിടുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, അതാണ് ഇവിടെ നോറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നോറ ഉഷാറായിട്ട് കളിക്കുക എന്ന് ജിൻഡോ പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളത് ഈ നോറ തന്നെയാണ് ജിൻഡോയെ. എന്നാൽ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വിരോധം പോലും വെക്കാതെ നല്ല രീതിക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചത് ജിൻഡോ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.